എൻ്റെ റേഡിയോ 91.2 അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ. നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. മനുഷ്യനാദ്യം പിറന്ന വീടാണ് കാട്. കൊടുങ്കാട്ടിലാണ് മനുഷ്യ സംസ്കൃതി ആദ്യം ആരംഭിച്ചത്. അവിടെ നിന്നും മനുഷ്യൻ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. കാട് വെട്ടിത്തെളിച്ചു. പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലോ. മനുഷ്യന് ആവാസ കേന്ദ്രങ്ങൾ വേണം, റോഡ് വേണം, വികസനം വേണം, വലിയ കെട്ടിടങ്ങൾ വേണം. പക്ഷേ വനം വേണ്ടേ? വന്യജീവികൾ വേണ്ടേ? വൃക്ഷങ്ങൾ, ചെറുകിളികൾ, ഇളം കാറ്റും കൊടുങ്കാറ്റും നമ്മെ ചേർത്ത് പിടിക്കുന്ന മരം കോച്ചും തണുപ്പും നേരിയ സ്നേഹം പോലത്തെ തണുപ്പും നമുക്ക് നൽകുന്ന വനം, ആ വനത്തെ നശിപ്പിക്കാൻ നാം പലപ്പോഴും ഒരുങ്ങിയിട്ടുണ്ട്. അന്നാണ് സുഗതകുമാരിയെ പോലെയുള്ള കവയിത്രികൾ നിലവിളിച്ചത്, ശ്യാമയാം നിശബ്ദ ഗാനനമേ നിന്നെ ആനന്ദ ബാഷ്പം വഴിഞ്ഞ മിഴികളാൽ ഞാനൊന്നൊഴിഞ്ഞുകൊള്ളട്ടെ, കരംകൂപ്പി ഞാനൊന്നു കണ്ടു നിന്നോട്ടെ മതിവരെ എന്നാണ് കവി പറഞ്ഞത്. എങ്ങനെ നമ്മൾ ഇണങ്ങി അറിയാതെ എൻ അമ്മയായി, നമ്മൾ കാക്കേണ്ട പുത്രിയായി, എന്നുടെ ആരോമലായി പൊടുന്നനെ ജന്മാന്തര സ്നേഹമാകണം ഈ വ്യഥ എന്ന് പറഞ്ഞ് അവർ വിലപിക്കുന്നു. അത്തരം വനങ്ങളിലേക്കുള്ള യാത്ര നമുക്ക് ഏറ്റവും രസകരമായ യാത്രയാണ്. പക്ഷേ ഇന്ന് എല്ലാ രംഗത്തെയുമുള്ള കൊമേഴ്ഷ്യലൈസേഷൻ പോലെ വനയാത്രയും വനക്കാഴ്ചകളും ഒക്കെ വിപണിയുടെ കൈപ്പിടിയിലാണ്. എന്നെ നസീർ പലപ്പോഴും എഴുതാറുണ്ട്, വനത്തെ, വന്യജീവികളെ, ആദിവാസികളെ അവരെ ദ്രോഹിക്കുന്നതാവരുത് ഒരിക്കലും ടൂറിസം. ഒരു ഫോട്ടോ പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി നമ്മൾ എടുക്കാൻ പാടില്ല. അത്രമേൽ സൂക്ഷ്മതയോടെ വനത്തിലേക്ക് വന്യമൃഗങ്ങളെയും വനത്തെയും പ്രകൃതിയെയും മണ്ണിനെയും അവിടുത്തെ കരിയലയെ പോലും സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു യാത്രക്കാരന്റെ യാത്രാ പുസ്തകമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കാട്ടിലേക്കുള്ള യാത്രകൾ എഴുതിയത് മാതൃഭൂമിയുടെ റിപ്പോർട്ടറായ ജി ജ്യോതിലാലാണ്. ഇടയ്ക്കിടെ അദ്ദേഹം പത്രപ്രവർത്തനത്തിന്റെ തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് കാട്ടിലേക്ക് പോകും, കാട്ടിൽ താമസിക്കും. ഇടമലക്കുടി, ഗവി, അഗസ്ത്യാർകൂടം, ചെമ്പ്ര, ഡാണ്ടേലി, കരിക്കൈ, കരിക്കുംപുഴ, തലയ്ക്കാവേരി, മുന്താരി, വരയാട്ടുമുടി, നമ്മുടെ നെല്ലിയാമ്പതി, മേഘമല, കോഴിക്കോട്ടെ തുഷാരഗിരി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന ട്രക്കിംഗ് ആണ് അദ്ദേഹം പറയുന്നത്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത, നമ്മൾ ജ്യോതിലാലിനോടൊപ്പം സഞ്ചരിക്കുകയാണ്. ഒന്ന് കണ്ണടച്ചാൽ നമുക്ക് അദ്ദേഹത്തോടൊപ്പം ഈ വനത്തിന്റെ അകത്ത് എത്തിച്ചേരാം. കിളികളുടെ ശബ്ദം കേൾക്കാം, കുയില് പാടുന്നത് കേൾക്കാം, കാറ്റിന്റെ മർമ്മരം കേൾക്കാം, ഹൃദയം നിറയ്ക്കുന്ന മൂളിപ്പാട്ടുകളുടെ സംഗീതം കേൾക്കാം. ഒപ്പം അല്പം ഭീതിയോടുകൂടി നമുക്ക് നോക്കാം, അകലെ കാട്ടുകുളത്തിൽ കണ്ടേനധികം ഭീരൻ കൊമ്പൻ നിൽപ്പത്, വെള്ളം കോരി കോരി ഒഴിച്ചും ചേറ്റിലുരുണ്ട് പിരണ്ടു മതിച്ചു, മോട്ടോർ കാർ നിർത്തി ഞാൻ ആ കാട്ടുനിരത്തിലൊരുത്തിരി നേരം എന്ന് പറയുമ്പോൾ വളപ്പമണ്ണ എഴുതിയതുപോലെ, ചെത്തം കേട്ടിട്ടാകാമെന്ന് തിരിഞ്ഞാൻ നിന്നാൻ, തലയും കാലും എടുത്തു പിടിച്ചും തുമ്പിക്കയ്യൽ വാടയെടുത്തും ചെറ്റുമനങ്ങാതെ എന്തൊരു പൊക്കം, മലയുടെ മക്കളിൽ എല്ലാം കൊണ്ടും നീയേ കേമൻ. അങ്ങനെ ആനയുടെ കേമത്വമാണ് കവി പറയുന്നത്. പക്ഷേ ആനയെ നമ്മൾ നിന്നെ ചങ്ങലയിട്ട് മെരുക്കി കാരക്കോലിൽ ഒതുക്കി നിർത്തി കൊമ്പും കൊള്ളും ചെണ്ടയും ഉള്ളൊരു കോവിലേക്ക് നടത്താൻ പോലും ഞാനാണ് അധികം കേമൻ എന്ന് മനുഷ്യന്റെ കേമത്വം കവി പറയുന്നുണ്ട്. പക്ഷേ ഈ പുസ്തകത്തിൽ മനുഷ്യന്റെ കേമത്വമല്ല, മനുഷ്യൻ തൊഴുകൈകളോടെ കാട്ടുകളിലേക്ക് ചെല്ലുകയാണ്. വളരെ സ്നേഹത്തോടുകൂടി, വളരെ സൂക്ഷ്മതയോടുകൂടി ചെല്ലുകയാണ്. ഓരോ സ്ഥലത്തും ഓരോ മലയും കീഴടക്കുമ്പോൾ താൻ എന്തു വലിയ മനുഷ്യനാണ്, താൻ ഇതൊക്കെ കീഴടക്കിയെന്ന ഭാവമല്ല, വിനയപൂർവ്വം സ്നേഹപൂർവ്വം ആസ്വദിക്കുകയാണ്. വനത്തിനോട് തന്റെ ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ യാത്ര. അതുപോലെ തന്നെ വളരെ ലളിതമായിട്ടുള്ള പ്രതിപാദനവും ജീവിതഗന്ധിത്വവും ഇതിലെ ഭാഷയ്ക്കുണ്ട്. വനവും വന്യമൃഗങ്ങളും അവിടുത്തെ പ്രകൃതിയും മരങ്ങളും കടുവയും കാട്ടാനയും മാത്രമല്ല, ഒപ്പമുള്ള മനുഷ്യരെയും അദ്ദേഹം ചേർത്ത് പിടിക്കുന്നുണ്ട്. കർണാടക, തമിഴ്നാട്, കേരള മുതലായിട്ടുള്ള സംസ്ഥാനങ്ങളിലെ വനയാത്രകളാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരിടത്ത് ശ്രദ്ധിക്കുക, നടന്ന് കയറ്റത്തിലെത്തി. അവിടെ നിന്ന് വലത്തോട് തിരിയണം. അവിടെയാണ് അപ്പണ്ണ താമസിക്കുന്നത്. അപ്പണ്ണയുടെ മകൻ വെള്ളയപ്പൻ ഞങ്ങളെ കണ്ടതും ഓടി വന്നു. 2 കുട്ടികൾ അകത്ത് കളിക്കുന്നു. വെള്ളയപ്പന്റെ മക്കളാണ്. ആദ്യ ഭാര്യയിൽ 3 വലിയ കുട്ടികളുണ്ട് അയാൾക്ക്. ഇതിപ്പോ 2 കുട്ടികൾ. വെള്ളയപ്പൻ ഞങ്ങളെ മുന്താരിയുടെ പ്രതാപകാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുകളിൽ ഏലം ഉണക്കുന്ന സൗകര്യവും കെട്ടിടവും ഉണ്ടായിരുന്ന സ്ഥലം കാട്ടിത്തന്നു. കെട്ടിടങ്ങൾ തകർന്നു കിടക്കുകയാണ്. അപ്പണ്ണ താമസിക്കുന്ന സ്ഥലവും തകർന്നു കിടക്കുന്നു. ഒരു കുല പാതി പഴുത്തു കിടക്കുന്നു. കുറച്ച് കിളികൾ നിന്നിട്ടുണ്ട്. വെള്ളയമ്പൻ അപ്പണ്ണയെ കുടക് ഭാഷയിൽ നീട്ടി വിളിച്ചു. അപ്പണ്ണ നല്ല പയറുമണി പോലെ കയറി വന്നു.
കയ്യിലൊരു കൊടുവാളും കുലകൊത്തി താഴോട്ട് വന്ന് കുട്ടികൾക്ക് കൊടുത്തു. കൊതിയ സമാജം കുലയ്ക്ക് ചുറ്റും കൂടി. കണ്ടോ പ്രയോഗം കണ്ടോ? കൊതിയ സമാജം, കൊതി പിടിച്ച കുട്ടികളുടെ സമാജമാണത്. ഇതുപോലെ നല്ല പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. കൂട്ടുകാരൻ ഇടതുപക്ഷക്കാരനായതുകൊണ്ട് അവൻ ഇടതുവശത്തേക്ക് തിരിഞ്ഞുപോയി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വഴി വലതുവശത്തേക്കായിരുന്നു. ഇങ്ങനെ നമ്മുടെ സമകാലികമായ ജീവിതത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ വനത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഓരോ തലക്കെട്ടുകൾ പോലും വളരെ ഹൃദ്യമാണ്. കൊടുങ്കാട്ടിൽ ആ മേടസംക്രമ നാളിൽ എന്നാണ് മറ്റൊരു തലക്കെട്ട്. അന്നൊരു മേടസംക്രമ ദിനമായിരുന്നു. കൊടുംചൂടിന്റെ ഏപ്രിലിൽ 10 വിപരീതമായി അന്ന് മഴ പെയ്തുകൊണ്ടിരുന്നു. തലക്കാവേലിൽ നിന്നും പിതൃർപ്പണവും കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആ വഴി വരാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? ഇപ്പോഴതെല്ലാം ഓർക്കുമ്പോൾ വിധി നിയോഗം മറികടക്കാൻ നമുക്കാവില്ലെന്ന് വിശ്വസിച്ചു പോകുന്നു. ആ അപകടത്തിൽ നിന്നും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട രാഘവന് അത് ഓർക്കുമ്പോൾ ഇന്നും അതേ നടുക്കം. ഇത്തരം രാഘവന്മാരും മറ്റു ധാരാളം മനുഷ്യരും, കാട്ടിനെ സ്നേഹിക്കുന്ന മനുഷ്യരും, അവിടുത്തെ അപകടങ്ങളുമെല്ലാം, അതോടൊപ്പം ട്രക്കിങ്ങിന് ഒരു ഗൈഡ് ലൈൻ കൂടിയാണ് ഈ പുസ്തകം. ഇതിന്റെ അവസാന അധ്യായത്തിൽ ട്രക്കിംഗ് എങ്ങനെ നടത്തണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ നമ്മൾ കാട്ടിലെ അട്ടകളുടെ കടിയിൽ നിന്ന് രക്ഷപ്പെടാം, ഉപ്പ് കൊണ്ടുപോകേണ്ടത് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്, ഉപ്പുൾപ്പെടെ, ഇങ്ങനെ ഒരുപാട് കാഴ്ചകളും ഇൻഫർമേഷനും കൂടി തരുന്ന ഒരു പുസ്തകം കൂടിയാണ്. ഈ പുസ്തകം പുസ്തക പ്രസാധക സംഘമാണ് പുറത്തിറക്കിയിരിക്കുന്നത്. എല്ലാ കാട് ഇഷ്ടപ്പെടുന്നവരും എല്ലാ മനുഷ്യരും വായിച്ചിരിക്കേണ്ട ഹൃദ്യമായ ഒരു പുസ്തകമാണ്, ഒരു കാട്ടുപുസ്തകമാണിത്. ഇതൊരു യാത്രാ പുസ്തകവും കാട്ടുപുസ്തകവും മനുഷ്യ പുസ്തകവും എല്ലാം ചേർന്നാണ്. ഇതിൽ റോഡിന്റെ സൗന്ദര്യമുണ്ട്, വനത്തിന്റെ സൗന്ദര്യമുണ്ട്, മൃഗങ്ങളുടെയും പക്ഷികളുടെയും സൗന്ദര്യമുണ്ട്, ഇതിൽ സംഗീതമുണ്ട്, ഇതിൽ പ്രണയമുണ്ട്, ഇതിൽ നാട്ടിന്റെ വഴികളുണ്ട്, നാട്ടിടവഴികളുണ്ട്, ഒപ്പം നമ്മളെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരുടെ നന്മകളുണ്ട്. അതുകൊണ്ട് നമുക്ക് കാട്ടിലേക്ക് ഇറങ്ങാം. രഘുരാമ എന്ന കവിത ഓർമ്മ വരുന്നു മധുസൂദനൻ നായരുടെ. രാമന് മുമ്പേ നമുക്ക് ഈ കാട്ടിലേക്ക് കയറി ഈ കാട്ടിനുള്ളിൽ നമുക്ക് രാപ്പാർക്കാം. എല്ലാവരെയും ഈ പുസ്തകത്തിന്റെ വായനയിലേക്ക് ക്ഷണിക്കുകയാണ്. ജി ജ്യോതിലാലിന്റെ കാട്ടിലേക്കുള്ള യാത്രകൾ. പുസ്തക പ്രസാധക സംഘമാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നന്ദി, നമസ്കാരം. അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.